നമസ്കാരം. ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള GST കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരു ടൂർ ഓപ്പറേറ്റർ ഒരു ടൂർ പാക്കേജ് നമുക്ക് തരുമ്പോൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മലേഷ്യ സിംഗപ്പൂർ ടൂർ ട്രിപ്പാണ്. ഈ പാക്കേജിൽ 1,00,000 രൂപയാണ് തുക പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ടൂർ ഓപ്പറേറ്റർമാർ 1,00,000 രൂപ ലംസമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങും. ഇവിടെ എങ്ങനെയാണ് GST ബാധകമാകുന്നത്? ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ടൂർ ഓപ്പറേറ്ററുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ ഡീൽ ചെയ്യാം. ഒന്ന്, ഈ 1,00,000 രൂപ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും പാക്കേജ് ആയിട്ട് വാങ്ങുമ്പോൾ അതിന് 5% GST കാണിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്തു പോകാം. അപ്പോൾ ഈ ടൂർ ഓപ്പറേറ്റർക്ക് അതുമായി ബന്ധപ്പെട്ട യാതൊരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും എടുക്കുവാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഓപ്ഷൻ 18% GST അടയ്ക്കണം. ആ സിറ്റുവേഷനിൽ ഇവർക്ക് സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്ന ഓരോ വർക്കുകൾക്കും അല്ലെങ്കിൽ സർവീസുകൾക്കും അല്ലെങ്കിൽ ഗുഡ്സുകൾക്കും എല്ലാം നമുക്ക് ഇൻപുട്ട് എടുത്തു പോകാം. അതുകൊണ്ട് ടൂർ പാക്കേജ് നടത്തി നമ്മൾ വിദേശയാത്രകളും ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് GST എത്രയാണ് കളക്ട് ചെയ്തതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 5% GST എന്ന് പറഞ്ഞാൽ ടൂർ ഓപ്പറേറ്റർമാർക്ക് അത് ഇൻക്ലൂഡിങ് GST എന്നുള്ള നിലയിൽ ടാക്സ് അടച്ചു പോകാനുള്ള സംവിധാനവുമുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ ചെലവ് കുറഞ്ഞിരിക്കുമെന്ന് ചുരുക്കം. രണ്ടാമത്തെ ഓപ്ഷനിൽ 18% GST വേണം ടൂർ ഓപ്പറേറ്റർമാർ ഗവൺമെന്റിലേക്ക് അടയ്ക്കുവാൻ. ഈ മേഖലയിൽ നിങ്ങൾക്കറിയാം, ഇൻപുട്ട് എടുക്കാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. സബ് കോൺട്രാക്റ്റ് കൊടുത്ത് ഓരോ സൈറ്റ് വിസിറ്റിനെല്ലാം പോകുമ്പോൾ വിദേശത്ത് ചെല്ലുമ്പോൾ പലർക്കും, പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിൽ പോകുമ്പോൾ GST ഉള്ള ബില്ലുകൾക്കൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് ഇൻപുട്ടും എടുക്കുവാൻ സാധിക്കുകയില്ല. ഈ സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടൂർ ഓപ്പറേറ്റർമാരുടെ വഴി നമ്മൾ പാക്കേജ് എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ 5% 18% എന്ന് നമ്മൾ നോക്കി വേണം അത് സെലക്ട് ചെയ്യുവാൻ. താങ്ക് യു.